മക്കളെ, നമ്മൾ 42ാമത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈശോയുടെ മക്കളെ, നമുക്ക് നമ്മുടെ വികാരിച്ചമാരെ സമർപ്പിക്കാം, നമ്മുടെ സഭയെ സമർപ്പിക്കാം. നമ്മളെപ്പോഴും യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തന്നെ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്നേഹമുള്ളവർ, നമ്മൾ ധ്യാനം കൂടി വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉണ്ടല്ലോ. നമ്മൾ എത്ര കോടി രൂപ കൊടുത്താലും എങ്ങും കിട്ടാൻ പോലില്ല ആ സന്തോഷം. ഒരു ഇച്ചിരി നേരത്തെ സന്തോഷമൊക്കെ ചിലപ്പോൾ മദ്യപാനികൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരു ഇച്ചിരി നേരത്തേക്ക്. അത് കഴിഞ്ഞാൽ അതിനേലും വലുതല്ലേ സാത്താൻ തരുന്നത്. സാത്താൻ അതൊക്കെ ഒരു നമ്പറല്ലേ, കുടുംബം തകർക്കണ എത്രയോ പേര്. ഇന്നിപ്പോൾ നമ്മുടെ ധ്യാനത്തിന് ഏറ്റവും കൂടിയത് 50 വർഷം ഒരിക്കലും മദ്യപാനം, പുകവലി, ആൻസ്, കഞ്ചാവ്, ഈ ലോകത്തില്ലാത്ത പാവുന്നില്ല, അതെല്ലാം മാറ്റിയതല്ലേ ദൈവം. ഇപ്പോൾ ഈ ജനുവരിയിൽ 3 വർഷം ആയി. ഇപ്പം 3 വർഷം കഴിഞ്ഞു. എത്രയോ ലഹരി, എത്രയോ മാനസിക അസ്വസ്ഥ ഉള്ളവർ എല്ലാം വരികയല്ലേ. മാനസിക അസ്വസ്ഥ ഉള്ളവർ വരെയല്ലേ, അവർക്കൊക്കെ മാറ്റം വരുന്നു. ചങ്ങലക്കിടുന്നവരെയല്ല അല്ലാതെ. ഓക്കെ മക്കളെ, ഈശോയുടെ മക്കളെ, നമുക്ക് ആദ്യം തന്നെ ഈ 13-ാം തീയതിയിലത്തെ, അതായത് മറ്റന്നാൾ തുടങ്ങുന്ന താമസിച്ചുള്ള ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. കാരണം ചിലർക്ക് തടസ്സങ്ങൾ വരുന്നു. അതായത് നല്ല തടസ്സങ്ങൾ, അതായത് ഡേറ്റ്, ഓരോരോ പ്രോഗ്രാമുകൾ ആ ഡേറ്റ് വരുന്നു. കുറേ നാളായിട്ട് കാത്തിരുന്നിട്ട് കിട്ടുന്നതാണ് മക്കളെ. തടസ്സങ്ങൾ പിശാചാണ് കൊണ്ടുവരുന്നത്. ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് നോക്കുന്നു. അതിൽ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം, ആർത്തി ഉണ്ടാകണം. ഓരോ പ്രാർത്ഥനകളിലും ദൈവാരാധനകളിലും നമുക്ക് ലഭിക്കേണ്ട എല്ലാ ആവശ്യങ്ങൾ, തടസ്സങ്ങൾ മാറ്റി ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനയില്ലെങ്കിൽ തടസ്സപ്പെട്ടു പോകും. പ്രത്യേകിച്ച് നമ്മളുടെ ധ്യാനത്തിന് വരണമെങ്കിൽ നല്ല പ്രാർത്ഥന വേണം, നല്ല തടസ്സം ഉണ്ടാകും. കാരണം വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. ഓരോരുത്തർ പറയും, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇത്രയും നല്ലൊരു ധ്യാനം കൂടിയിട്ടില്ല, എവിടെയൊക്കെ കൂടിയിട്ട് ഇത്രയും നല്ലൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല, ഇത്രയും നല്ല ദർശനങ്ങൾ കിട്ടിയിട്ടില്ല, അങ്ങനെ പറയും. അപ്പോൾ പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവം നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് ദൈവത്തിന് എന്തെങ്കിലും ഗോളടിക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന സ്റ്റുഡൻസ് ആണോ, അത് സമർപ്പിക്കുന്നു. കർത്താവേ, കിടപ്പ് രോഗികളാണോ, അത് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. വിദേശത്ത് പോകാനായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു മകൻ പറഞ്ഞു, വിസ വന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവർ, അതങ്ങനെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, വിസയ്ക്ക് കാത്തിരിക്കുന്നവരുണ്ട്. കർത്താവേ, അവരുടെ എല്ലാം വിസ കിട്ടട്ടെ. പുറത്ത് പോയിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട്, അവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. അവർ ചെയ്യുന്ന ജോലിയിൽ, അവർ പഠിക്കുന്ന പഠനങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുരക്തം, യേശുവിൻ്റെ തിരുരക്തം എല്ലാവരുടെ മേലും ഒഴുകട്ടെ കർത്താവേ. കർത്താവേ, ധ്യാനത്തിന് വരുന്നവരുടെ എല്ലാ തടസ്സങ്ങളും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആസ്വദിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ, ആസ്വദിക്കണേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, മക്കളുടെ കടഭാരങ്ങൾ മാറ്റിക്കളയണേ കർത്താവേ. കർത്താവേ, ഇവരുടെ രോഗപീഠകൾ പിഴുതെറിയണേ കർത്താവേ, പൊട്ടിച്ചെറിയണേ കർത്താവേ. അത്ഭുതം നടത്തണേ കർത്താവേ, അടയാളം നടത്തണേ കർത്താവേ. അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, വാഹന സൗകര്യങ്ങളില്ലാത്ത കർത്താവേ യേശുവേ, ഒരു 7 മക്കൾക്ക് കാറ് കർത്താവ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 മക്കൾക്ക് സ്കൂട്ടി കർത്താവ്. 2 മതിയോ? എല്ലാവർക്കും കൊടുക്കണേ കർത്താവേ, എല്ലാവർക്കും കൊടുക്കണമേ കർത്താവേ, എല്ലാവർക്കും കൊടുക്കണമേ. 9 പേര് കാണുന്നു, അതിപ്പോൾ എല്ലാവർക്കും കിട്ടും. അവനോട് പ്രാർത്ഥിച്ചാൽ മതി. ഈശോയുടെ നാമത്തിൽ 7 അല്ല 70 പേർക്ക് കാർ കൊടുക്കണേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ വാഹന സൗകര്യം കൊടുക്കണമേ. അവരുടെ കടഭാരം മാറ്റണേ കർത്താവേ. വീടില്ലാത്തൊരു വീട് കൊടുക്കണമേ കർത്താവേ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കണേ കർത്താവേ. യേശുവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഈ 13-ാം തീയതിയിലത്തെ ധ്യാനത്തിലേക്ക് അനേകം മക്കൾ വരാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും മാറ്റണമേ. 13-ാം തീയതി 16-ാം തീയതി ദൈവമക്കൾ അനേക മക്കൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ പ്രത്യേകിച്ച് ആ 2 നിയോഗ പ്രാർത്ഥന ഇടയ്ക്കുന്ന് കയറിയവരായിരുന്നാലും, ഇന്ന് കയറുന്നവരായിരുന്നാലും, നാളെ കയറാൻ പോകുന്നവരായിരുന്നാലും, അവരുടെ 2 നിയോഗ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കണേ കർത്താവേ.
യേശുവേ നന്ദി, യേശുവേ നോന്നും, യേശുവേ സ്വസ്ത്രം, യേശുവേ ആരാധന. ഹാലേലി 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 ഹാലേല. കർത്താവേ അങ്ങയുടെ വലത് കരം, കർത്താവേ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ കർത്താവേ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ഞങ്ങളുടെ മേൽ നീട്ടി കർത്താവേ. ഞങ്ങൾ രോഗികളാണ് കർത്താവേ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കർത്താവേ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അസ്വസ്ഥതകൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ കർത്താവേ. ഞങ്ങൾക്ക് നേരെ കടന്നു വരുന്ന എല്ലാ അന്ധകാര ശക്തികൾ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം തന്നെ മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ. നീ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ കർത്താവേ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, കൈകൾ നീട്ടി യാചിക്കുന്നു കർത്താവേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധ യേശുവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ, 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 ഒഴുകട്ടെ കർത്താവേ, ഒഴുകട്ടെ കർത്താവേ, ഒഴുകട്ടെ കർത്താവേ, ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ കർത്താവേ, ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ കർത്താവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കൾക്ക് വിവിധ തരത്തിലെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ഈ മക്കൾക്ക് വിവിധ ദർശനങ്ങൾ ഉണ്ടാവട്ടെ, ഈ മക്കൾക്ക് എല്ലാവർക്കും കരസ്പർശനം ഉണ്ടാവട്ടെ. Touch Holy Spirit. Please, Jesus, you touch Holy Spirit. God, you supernatural power of Holy Spirit. Bless us, Jesus. Bless us, Jesus. Praise you, Jesus. Hallelujah, hallelujah, hallelujah. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മക്കൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആത്മീയ വളർച്ച, കുറേ മക്കൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നു, ട്രാൻസ്ഫർ കർത്താവേ, അവർക്ക് സൗകര്യമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കണമേ കർത്താവേ. സ്വസ്ത്രം കൊടുത്ത കർത്താവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം കൊടുത്താലും നിൻകരാങ്കുലി സ്പർശനത്താ സൗഖ്യമേകിയാലും ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനുടെ പേരിൽ അമ്മേ, നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.